ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ? അതെ, നമ്മുടെ 10th ലെവൽ കോമൺ പ്രിലിംസിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു PSC. 10th ലെവൽ കോമൺ പ്രിലിംസിന്റെ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. സോ അതിൽ ആദ്യ ഘട്ടം നടക്കാൻ പോകുന്നത് ഒക്ടോബർ 25 ഇപ്പോ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ 25 ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ മെയിൻ ആയിട്ടും ഹാൻഡെക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഹാൻഡെക്സില് സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2. അപ്പൊ ഹാൻഡെക്സിൽ സെയിൽസ്മാനും സെയിൽസ് ഗേളും ആ ഒരു നിയമനം അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലേക്കുള്ള ആ ഒരു തസ്തികയുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസിൽ അറ്റൻഡർ ഗ്രേഡ് 2, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അറ്റൻഡർ, KTDCയിൽ സ്റ്റോർ കീപ്പർ. ഇങ്ങനെയുള്ള തസ്തികയിലേക്കാണ് ഈ ഒരു 10th ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഘട്ടത്തിന്റെ ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഒക്ടോബർ 25 നടത്തുന്നത്. സോ ഇതുവരെ 2,24,000 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ നൽകി ആ ഒരു ആദ്യഘട്ട പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഒക്ടോബർ 10 മുതൽ ഈ ഒക്ടോബർ 25 നമ്മുടെ ആദ്യഘട്ടം നടക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 10 മുതലായിരിക്കും പരീക്ഷ എഴുതുന്നവർക്ക് അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഒക്ടോബർ 25 ആദ്യഘട്ടം, ഒക്ടോബർ 10 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇനി രണ്ടാം ഘട്ടം, ഒക്ടോബറിൽ ആദ്യഘട്ടം നടക്കുവാണെങ്കിൽ രണ്ടാം ഘട്ടം നടക്കുന്നത് നവംബറിലായിരിക്കും കേട്ടോ. രണ്ടാം ഘട്ടം നടക്കുന്നത് നവംബറിലായിരിക്കും നടക്കുന്നത്. അപ്പൊ 4 തസ്തികകളാണ് നമ്മൾ പറഞ്ഞ അല്ലെ? അപ്പോ മൊത്തത്തില് ഒരു നല്ല ചങ്ക് ഓഫ് കുട്ടികൾ അല്ലെങ്കിൽ നല്ല ഒരു വിഭാഗം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പൊ നമ്മളെ ചിലരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഒക്ടോബർ എന്ന് പറയുന്നു അല്ലെ? ഒക്ടോബർ 25 പരീക്ഷ ഫസ്റ്റ് ഘട്ടം നടക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഘട്ടം തന്നെ വെക്കാം, സെക്കൻഡ് ഘട്ടം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഫസ്റ്റ് ഘട്ടമാണെങ്കിൽ നമുക്കിനി സെപ്റ്റംബർ, ഒക്ടോബർ, വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്കിനി ഉള്ളത് അല്ലെ? ഓഗസ്റ്റ് ഏകദേശം തീരാറായി. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയ ഒരു അലേർട്ട് നൽകാൻ കൂടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വീട്ടമ്മമാര്, അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുള്ള ആളുകള്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാനായിട്ട് താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. നമുക്ക് ഒരുപാട് സമയമൊന്നും ഉണ്ടെന്ന് വിചാരിക്കരുത്. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി സമയം ഉണ്ടല്ലോ, ഇനിയും ദിവസം ഉണ്ടല്ലോ, ഒരു മാസം ഉണ്ടല്ലോ, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സിലബസ് കവർ ചെയ്യണം അല്ലെ? എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ സിലബസ് ആണ് കവർ ചെയ്യേണ്ടത്. അപ്പൊ ആ സിലബസ് കവർ ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സിലബസ് കവർ ചെയ്യുക. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് എന്നീ പറയുന്ന ഭാഗങ്ങൾക്ക് പ്രത്യേക കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഒരുപാട് ഒന്നും വാരി വലിച്ച് പഠിക്കാൻ നിൽക്കണ്ട. സിലബസ് കവർ ചെയ്യുക എന്നുള്ള ആ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ചില പേർക്കെങ്കിലും ഈ കാര്യം വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തസ്തികകൾ മറക്കണ്ട, ഡേറ്റ് മനസ്സിൽ വെച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ സമയമില്ലാത്ത ഒരുപാട് വീട്ടുജോലികൾക്കും അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വർക്കുകൾക്കിടയിലും പഠിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കണം. പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് വെച്ചോ. ഈ സമയം തന്നെ നിങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി തന്നെ ഈ പരീക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പെൻഡിങ് ഒന്നും ഇല്ലാതെ കിട്ടുന്ന സമയം നല്ലതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ, അതായത് വളരെ സ്ഥിരതയോടുകൂടി പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളുടെ ഈ പറയുന്ന അധ്വാനമൊക്കെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇടുന്ന എഫേർട്ടൊക്കെയും ഉറപ്പായിട്ടും
അതൊരു വലിയൊരു നേട്ടം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.